പിന്നെ ചെറുതായിട്ട് എൻ്റെ ഇപ്പോൾ വീഡിയോ ഒന്ന് ഓഫായിപ്പോയി. അതെൻ്റെ കൈ തട്ടി ഓഫായതാണ്. മണ്ട ഇതുവഴി പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നോക്കാം. ഈ കാട് ഫോണിൽ കണ്ട അത്രയും വലുതായിട്ട് തോന്നിക്കില്ല, പക്ഷേ ഇവിടെ നല്ല രീതിയിൽ തോന്നിക്കുന്നുണ്ട്. ഇതാണ് പന്നിയൊക്കെ ഒന്നാണ് ചവിട്ടി കുഴച്ചിട്ടത്. ഇവിടെ നിന്ന് അങ്ങ് മണ്ടേ കയറി പോകണമെങ്കിൽ കുറേ പടിയുണ്ട്. ഇവിടെ നിന്ന് അങ്ങ് പോകണമെങ്കിൽ അവിടെ വീടുകളാണ്, അവിടെ ഒന്നും കാണാനില്ല. ഇവിടെ നമുക്ക് ഒരു അഡ്വഞ്ചർ ഇതെനിക്ക് തോന്നിക്കുന്നുണ്ട്. പോയി നോക്കാം. വാ. ഒരു മോളയൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഒരു ദുരന്തം. ഈ അട്ടേനെ കണ്ടാ നിങ്ങൾ? ഞാൻ മേടിച്ചു. ഞാനൊരു പാമ്പല്ല. ഇവിടെ ശരിക്കും പാമ്പുള്ള ഏരിയയാണ്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങ് കയറി പോകാൻ ഒരു മടി. ഇല്ലെങ്കിൽ ഞാൻ കയറിയത്. ഞാനൊരു സ്പോട്ട് കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടു കണ്ടോ? എൻ്റെ മണ്ടേ കയറി കയറി അതിനുള്ള സമയമില്ല. മണ്ടയിൽ എന്തൊക്കെ പട്ടിയൊക്കെ കുരച്ച് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പട്ടിയുള്ള ഏരിയയിലൊന്നും കാട്ടുപൂച്ചയെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ശരിക്കും ഉണ്ട്, 3 എണ്ണം ഉണ്ട്. പിന്നെ കുട്ടികളെ ഞാൻ കണ്ടിട്ടില്ല, 3 എണ്ണത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം അങ്ങനെ 2 ദിവസം കൊണ്ട് കാണാറില്ല. നമുക്കൊരു ഐഡിയ, ഇവിടെ നിന്ന് തന്നെ അങ്ങ് പോവാം. ഏതുവരെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അത് ഇതുവഴിയൊന്നും വഴിയില്ലാത്ത ഏരിയയാണ്. കയറി പോകാൻ പറ്റുമെന്ന് തോന്നി. അതുമില്ല, മണ്ടയിലോട്ടൊക്കെ പട്ടി. എന്തൊരു സൗണ്ട് കേട്ടു ഞാൻ ഇപ്പോൾ, ഒരുമാതിരി ചീർന്ന സൗണ്ട്. തോന്നിയതായിരിക്കും. അതുകൊണ്ട് ഇവിടെ നോക്കി കാണാൻ പറ്റും. അവിടെ ഒരുമാതിരി എല്ലാം അവിടുത്തെ കടയാണ് ഗൈസ് കാണുന്നത്. ഇവിടെ പിന്നെ ഒരു വീട്. ഈ 2 വീടുകളും കൂടെ കഴിഞ്ഞാൽ മണ്ടയിലോട്ട് വലിയ കാടാണ്. നമുക്ക് ഇവിടെ നിൽക്കാൻ സേഫായിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഈ 2 ഇവിടെ നിന്നാണ് ഗൈസ് കേൾക്കുന്നത്. ഇങ്ങോട്ട് വന്നത് പിന്നെ സൗണ്ട് കേട്ട് നമുക്ക് തിരിച്ചു പോവാം. ഇങ്ങനത്തെ മരത്തിൽ കാട്ടുപൂച്ച കയറി കിടക്കുമായിരിക്കും. കണ്ട നമുക്ക് എന്തായാലും ഒരു ദിവസം നമുക്ക് ഈ വഴി പോവാതെ നമുക്ക് അതുവഴി കറങ്ങി പോകാനുള്ളൊരു വഴിയുണ്ട്. അതുവഴി ഞാൻ വേറൊരാളെ കൂടെ കൊണ്ടുവരാം. നമുക്ക് 2 പേരായിട്ട് പോവാം. ഇതിപ്പോൾ എന്തായാലും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നമുക്ക് 2 പേരായിട്ട് ഒരു ദിവസം പോവാം. അതാകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ വിഷ്വൽസും നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഒരു ഉച്ച സമയം. അന്ന് നമുക്ക് രാവിലെ പോവാം. ഇത് കണ്ടോ? ഞാൻ കാണിച്ചുതരാം. എന്തിൻ്റെ ഒരു തൂവലാണ്. ഈ കാട്ടുമാക്ക ഇതുവഴി കോഴിയെ പിടിച്ചോണ്ട് പോകുന്നതാണ്. അതിൻ്റെ കാട്ടുമാക്കൻ കോഴിക്ക് ഇങ്ങനത്തെ തൂവലൊക്കെ ഉണ്ടാകും. ഞാൻ ആദ്യമായിട്ടാണ്. പക്ഷേ ഇതുവഴി കോഴിയെ പിടിച്ചോണ്ട് ഓടണം ഞാൻ കണ്ടിട്ടുണ്ട് 3-4 തവണ. അതുകൊണ്ട് കോഴിയുടെ ദൂരമായിരിക്കും. നമ്മൾ തിരിച്ചു പോയി വീഡിയോയിൽ ഞാൻ കാണിക്കാറുള്ള കാലെന്ന് പറയുന്ന കാറ് ഞാൻ കാണിച്ചു തരാം. ഒരു കൊച്ചു പോത്തിനെ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ നല്ല വ്യൂകൾ. എനിക്ക് ഇഷ്ടമുള്ള സ്പോട്ടാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സ്പോട്ടാണിത്.
ഇവിടെ ഭയങ്കര വെയിലാണ്. ഇവിടെ വൈകിട്ട് സമയത്തൊക്കെ വന്ന് സെറ്റ് വ്യൂ ആണ്. നമുക്ക് ആ പച്ച സാധനം എടുത്തുകൊണ്ട് പോകണം. അവിടെ എടുക്കാം. മീനിട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ ശരിക്കും മീനുണ്ടായിരുന്നു. ഞാൻ എല്ലാം എടുത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് മീനും കൂടെ നമുക്ക് വാങ്ങാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. ഇവിടെയാണ് പോത്തിനൊക്കെ. ആണ്ടേ ഇതാണ് കാല് സെറ്റ് കാറാണ്. ഇതിൻ്റെ ഗിയർ ചാവി എൻ്റെ ഇല്ല. ചാവി ഇതിൻ്റെ ചാവി എവിടെയാണെന്ന് എനിക്കറിയാം. അതിന് നമ്മളെ ജീപ്പ് കാണിച്ചു തരാം. ഇത് രണ്ടുമാണ് ജീപ്പ്. രണ്ടിൻ്റെ പേര് ഇസ്രായേൽ എന്നാണ്. പിന്നെ ഒരു മഹേന്ദ്ര താറും കൂടെ ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് നിന്ന് ഇഷ്ടപ്പെട്ട ജീപ്പ് ഇത് തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം. ഇഷ്ടമുള്ള ജീപ്പ് ഇതാണ്. ഇത് ഇതാണ് എനിക്ക് ഇഷ്ടമുള്ള ജീപ്പ്. കൊച്ചുപോത്തിനെ കാണിച്ചു തരാം. പച്ച മതി. ഫോൺ നല്ല രീതിയിൽ ചൂടായ ഗൈസ്. അതും 10% ഉള്ളു ഇനി ചാർജ്. കൊച്ചു പോകാൻ നമ്മൾ കണ്ടില്ല. നമ്മൾ കൊച്ചു പോകാൻ കണ്ടില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകണം. ഞാൻ പറഞ്ഞാണ്ട് അതുവഴിയാണ് നമ്മൾ പോകുന്നത് പറഞ്ഞത്. ഞാൻ കാണിച്ചു തരാം. കണ്ടേ ആ വീടിൻ്റെ അറ്റത്തൂടെ കാണാൻ പറ്റിയിരിക്കുക. ആ അറ്റത്തൂടെയാണ് നമ്മൾ പോകാമെന്ന് പറഞ്ഞത്. അതുവഴി കയറി അങ്ങ് മണ്ട ചെന്ന് കുന്നിൻ്റെ അതുവഴി പോകാം. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് എല്ലാ ഇതും കിട്ടും. നമുക്ക് പോകുന്ന വീഡിയോ എല്ലാം നമുക്കൊരു ഒറ്റ വീഡിയോ തേങ്ങണം. ഇത് തന്നെ. ഇനി ഈ വണ്ടി ഈ ജീപ്പുകളും മഹേന്ദ്ര താറൊക്കെ ഇവിടെ കയറ്റിയിടും. നമ്മൾ റോഡിലർ കിടക്കുന്ന സ്പോട്ട് അവിടെയാണ്. ബ്രൗണി റാംബോയി. ഇതാണ് പോത്ത്. ഇത് ഇടിയും കിട്ടും. ഇതിലൂടെ കാട് നമുക്ക് കയറാൻ വയ്യ. എൻ്റെ വീട് ഞാൻ കാണിച്ചു തരാം. അതേക്കണക്ക് ഞാൻ വലിയ കൂടും കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വീട്. ഇതാണ് എൻ്റെ വീട്. ഇതാണ് ഞാൻ അടിച്ച കൂട്. 2 അറയുള്ളൊരു കൂടാണ്. ഇനി മണ്ടേ കൊണ്ടുപോകും. ഇവിടെ ഇരുന്ന് ഈ കൂട് നശിച്ചു. ഇനി മണ്ടയിലോട്ട് പോയി പ്രാവിനെ കൊണ്ടിട്ടുണ്ട്. ഇന്നെൻ്റെ ഫോൺ ഓഫായില്ല. ഒറ്റ വീഡിയോ തികച്ചാൽ മതിയായിരുന്നു.
ഇത് താഴെ കൊണ്ട് ഇന്നലെ ഇതൊന്നും താഴെ കൊണ്ട് വയ്ക്കാൻ പറ്റിയില്ല. പ്രാവൊക്കെ ഇവിടെ നിൽക്കുന്നു. ഇങ്ങനെയാണ് കേട്ടോ കടവിനായിട്ട്. അതുകൊണ്ട് അതുവഴിയാണ് ഞാൻ പറഞ്ഞത് പോവാന്ന്. കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഇതുവഴിയായാലും പോകാൻ പറ്റും. ഈ അമ്പലത്തിൻ്റെ ഇതുണ്ട്. എന്നിട്ട് അങ്ങോട്ട് റോഡ് ഈ വഴിയുണ്ട്. അതുവഴി നേരെ ചെന്നിട്ട് മണ്ടയിലോട്ട് പോയിട്ട് നമുക്ക് മണ്ടയിൽ പോയാൽ മതി, കാണാൻ പറ്റും. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബും ഷെയറും ചെയ്യേ. അപ്പോൾ എല്ലാവർക്കും ബൈ.